യഥാർത്ഥത്തിൽ ആ പ്രശ്നം എന്ന് പറയുന്നത് അത് അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളാണ്. ഇത് കള്ളക്കടത്തെന്ന് പറയാം. കാരണം ഇമ്പോർട്ടിന് റെസ്ട്രിക്ഷനുള്ള വാഹനങ്ങളാണ്. പഴക്കമുള്ള വാഹനങ്ങൾ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളാണ്. അനുകൂലത്തിൽ ഒന്നില്ലെങ്കിൽ കള്ളക്കടത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ടെമ്പററി വിസിറ്റിംഗ് ഇന്ത്യ എന്നുള്ള ഒരു ലൂപ്പ് ഹോളിലൂടെ കടത്തി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ പിന്നീട് ഇതുപോലുള്ള രേഖകൾ വ്യാജമായിട്ട് ചമച്ചിട്ട് ആർ ടി ഓഫീസിൽ പുതിയ വാഹനമല്ല, ഈ തരത്തിൽ എക്സ് ആർമി ഓപ്ഷൻഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ മറ്റ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള എനിക്കൊന്ന് മേഘാലയയിലുള്ള ഷിംല അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അപ്പോൾ പരിവാഹനിൽ ഓൾറെഡി ആയി. ഈ പരിവാഹമായിട്ട് നമ്മുടെ ടീം തന്നെ കസ്റ്റംസുമായിട്ടാണ് മെയിനായിട്ട് സഹകരിച്ച് നമ്മുടെ ടീം തന്നെയാണ് ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന വാഹനങ്ങൾ അവർക്കൊരു ലിസ്റ്റ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട്, അതിൽ ഏതാണ് പ്രശ്നമുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അധികം വാഹനങ്ങൾ ഡൽഹിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അവരൊരു പർട്ടിക്കുലർ കിലോമീറ്റർ കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ട് തന്നെ അത് വിൽക്കും. അപ്പോൾ ഓപ്ഷനിൽ കുറേ അതൊക്കെ ചീപ്പ് റേറ്റിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാര്യമായിട്ടുള്ള വിലക്കുറവിൽ എന്നാൽ ഒരു പ്രീമിയം ക്ലാസ്സിലുള്ള കൂടുതൽ ഇന്നോവ, ഫോർച്യൂണർ അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ്സിലുള്ള വാഹനങ്ങൾ തന്നെ, ഈവൻ മെർസിഡീസ് ബെൻസ് അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ് വാഹനങ്ങൾ തീരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്നൊരു ട്രെൻഡുണ്ട്. മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരേ സംസ്ഥാനത്തുള്ള ആൾ തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ, അതായത് ഉടമയുടെ ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകൾ തന്നെയാണ് വാഹനം വാങ്ങുന്നതെങ്കിൽ 14 ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി അന്യ സംസ്ഥാനത്താണെങ്കിൽ 45 ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ഏറ്റവും പരമപ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനം വാങ്ങുമ്പോൾ ഈ വാഹനം തന്നെയാണോ, ഈ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ വാഹനമാണോ ഈ വാഹനം എന്ന് നോക്കുന്നത് നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ജോയിൻ്റ് ആർ ടി ഒ അരുൺ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം അരുൺ സാർ. ഇപ്പോൾ കൂടുതലായിട്ട് വാർത്തകൾ വരുന്നത് മലയാളത്തിലെ ചില നടന്മാരിൽ നിന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ടാണ്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങളാണെന്നടക്കം പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നതിന് ശേഷം ആളുകളിൽ പല സംശയങ്ങളുണ്ട്. ശരിക്കും ഈ ഭൂട്ടാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭൂട്ടാനിൽ ഇപ്പം നിലവിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ട് ഈ കസ്റ്റംസിൻ്റെ നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ആ പ്രശ്നം എന്ന് പറയുന്നത് അത് അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളാണ്. അതായത് കള്ളക്കടത്തെന്ന് പറയാം. കാരണം ഇമ്പോർട്ടിന് റെസ്ട്രിക്ഷനുള്ള വാഹനങ്ങളാണ്. പഴക്കമുള്ള വാഹനങ്ങൾ ചില റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളാണ്, അനുവദിക്കാത്ത വാഹനങ്ങളാണ്. അപ്പോൾ അത്തരത്തിൻ്റെ വാഹനങ്ങളാണ്. കൂടാതെ ഡ്യൂട്ടിയൊന്നും അടക്കാതെ തന്നെയാണ് ഈ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവരുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. അത് ചിലപ്പോൾ ഒരുപക്ഷെ മോട്ടോർ വാഹന നിയമത്തിലുള്ള ചില ലൂപ്പ് ഹോൾസ് വെച്ചിട്ടാവാം. കാരണം താൽക്കാലികമായിട്ട് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് 2022 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഒരു ചട്ടമുണ്ട്. ടെമ്പററി വിസിറ്റിംഗ് ഇന്ത്യ എന്നുള്ള രീതിയിൽ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഇന്ത്യ വിസിറ്റ് ചെയ്യാനും അതാത് സംസ്ഥാനങ്ങളിലെ നിയമത്തിനനുസരിച്ചിട്ട്, അതാത് സംസ്ഥാനം എന്ന് പറയുന്നതിന് കാരണം ടാക്സേഷൻ ആക്ട് അതാത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുക. അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങൾക്കനുസരിച്ചുള്ള ടാക്സ് കളക്ട് ചെയ്തിട്ട് അതാത് സംസ്ഥാനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ആദ്യത്തെ മാസം ഇത്ര, എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപയാണ് ആദ്യത്തെ മാസം. പിന്നെ ഓരോ മാസവും 5,000 രൂപ എന്നുള്ള രീതിയിൽ ടാക്സ് ഉണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക്. അപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ ശരിക്കും ആ വിദേശത്തുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും ഓടിക്കുക. അവിടുത്തെ ഉള്ള രേഖകളെല്ലാം കറണ്ട് ആയിരിക്കണം. ഇൻഷുറൻസ് വേണം ഇന്ത്യയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ഇന്ത്യക്കാരനല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് വേണം. അങ്ങനെയുള്ള നിബന്ധനകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇപ്പോൾ കള്ളക്കടത്തല്ലാതെ കൊണ്ടുവന്നിട്ട് ലീഗലായിട്ട് തന്നെ അത്തരത്തിൽ വാഹനം ഇവിടെ ചിലപ്പോൾ ഒരുപക്ഷെ കൊണ്ടുവന്നിട്ട് അതിനുശേഷം അത് ഇല്ലീഗലായിട്ട് മറ്റ് ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്തിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് തെറ്റായ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് NOC എടുത്ത് പോയിട്ടുള്ള കേസുകളും ആവാം. അപ്പോൾ അതിനൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ നമുക്ക് സൈന്യം ഉപയോഗിക്കുന്ന എക്സ് ആർമി വെഹിക്കിൾസ് ഉണ്ട്, ആർമി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ പറയുന്ന അവരുടെ രജിസ്റ്ററിങ് അതോറിറ്റി എന്ന് പറയുന്നത് സൈന്യത്തിലെ തന്നെ അധികാരികളാണ്. അല്ലാതെ RTO ഓഫീസിൽ RTOയും കാര്യങ്ങളും ചെയ്യുന്നത് പോലെയല്ല. അവിടെ അവരെ തന്നെ രജിസ്റ്ററിങ് അതോറിറ്റി ആയിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ സൈന്യത്തിൻ്റെ കൈവശം ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ
ആ വാഹനത്തെക്കുറിച്ചിട്ടുള്ള പ്രത്യേകിച്ച് രഹസ്യ സ്വഭാവമൊക്കെ ഉള്ളതാണ്. ആ വാഹനത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പബ്ലിക്കിന് ലഭ്യമാവില്ല. അത് പരിവാഹൻ പോർട്ടലിലൊന്നും കാണത്തില്ല. പക്ഷേ അവരുടെ ഉപയോഗത്തിന് ശേഷം അവർ ചിലപ്പോൾ ഒരു പൊതു ലേലം വെച്ചിട്ട് ഒരു ഓപ്ഷൻ നടത്തി, പബ്ലിക് ഓപ്ഷൻ നടത്തിയിട്ട് അതിനൊരു പ്രൊസീഡിങ്സ് എന്ന് പറയും. ആ ഒരു പ്രൊസീഡിങ്സ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് ഫോം നമ്പർ 32 എന്നാണ് അതിന് പറയുന്നത്. ആ ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആ ലേലം കൈക്കൊള്ളുന്ന ആൾ, ലേലത്തിൽ വിളിച്ച് വിന്നറായിട്ട് കിട്ടുന്ന ആൾക്ക് അതെല്ലാം രേഖയായിട്ട് സമർപ്പിച്ചിട്ട് ഏതെങ്കിലും RTO ഓഫീസിൽ അയാളുടെ വീട് വരുന്ന പ്ലേസ് ഓഫ് ബിസിനസ്സോ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് റെസിഡൻസോ വരുന്നത് ഏത് സംസ്ഥാനത്താണോ അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വാഹനം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഇതുപോലെ അത് മാത്രമല്ല, എംബസി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് രജിസ്ട്രിങ് അതോറിറ്റി RTO ഓഫീസുകൾ തന്നെയാണെങ്കിലും അതും ഈ പബ്ലിക്കിന് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ട് മറ്റ് ഓഫീസുകളിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അത് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേക രജിസ്റ്ററിൽ പ്രത്യേക രജിസ്ട്രേഷൻ നമ്പറാണ് എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റിലുള്ള ഡിപ്ലോമാറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രേഖകളും ഈ ഇൻ്റർനെറ്റിലൊന്നും കിട്ടില്ല, പരിവാഹൻ പോർട്ടലിലൊന്നും ലഭ്യമല്ല. അപ്പോൾ അത് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന രേഖകൾ, അവിടെ നിന്ന് ഓപ്ഷൻ നടത്തി എന്നുള്ള രീതിയിലുള്ള രേഖകളൊക്കെ ചിലപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു എക്സാർമി വെഹിക്കിൾസ് ആയിരിക്കും കൂടുതൽ അങ്ങനെയുള്ള രേഖകൾ ഉണ്ടാക്കാൻ സാധ്യത. കാരണം എംബസി വെഹിക്കിൾ ആണെങ്കിൽ പോലും അത് RTO ഓഫീസിൽ അതിൻ്റെ രേഖകൾ ഉള്ളതാണ്. പക്ഷേ ആർമി വെഹിക്കിൾസ് എന്നുള്ളത് അതിൻ്റെ രേഖകളൊന്നും RTO ഓഫീസിൽ ഉണ്ടാവില്ല. പുതുതായിട്ട് കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ മാത്രമേ ഡേറ്റ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടായിരിക്കാം ഇവരിങ്ങനെ ഇത്തരത്തിൽ ഒന്നില്ലെങ്കിൽ കള്ളക്കടത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ടെമ്പററി വിസിറ്റിംഗ് ഇന്ത്യ എന്നുള്ള ഒരു ലൂപ്പ് ഹോളിലൂടെ കടത്തി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ലീഗലായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ പിന്നീട് ഇതുപോലുള്ള രേഖകൾ വ്യാജമായിട്ട് ചമച്ചിട്ട് RTO ഓഫീസിൽ പുതിയ വാഹനമല്ല, ഇത്തരത്തിൽ എക്സ്-ആർമി ഓപ്ഷൻഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ മറ്റ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള, എനിക്കൊന്ന് മേഘാലയയിലുള്ള ഷിംല അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അപ്പോൾ പരിവാഹനിൽ ഓൾറെഡി ആയി. ഈ പരിവാഹൻ വെബ്സൈറ്റാണ് ഇപ്പോൾ തെലങ്കാന ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പരിവാഹൻ വെബ്സൈറ്റ് അതിൻ്റെ ഒരു ഡേറ്റ ഇംപ്ലിമെൻ്റ് ആയി. ഇപ്പോൾ NOC ഇഷ്യൂ ചെയ്യുന്നത് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം മറ്റൊരു സംസ്ഥാനത്തേക്ക് വാഹനം കൈമാറ്റം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആ സംസ്ഥാനത്ത്, ഇപ്പോൾ എറണാകുളത്ത് ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലേക്ക് ഒരു വാഹനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് NOC പ്രോപ്പർ ആണെന്നാണ് നോക്കുന്നത്. വെബ്സൈറ്റിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ തന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കാണാൻ പറ്റും NOC ഇഷ്യൂഡ് ടു കേരള ഇന്ന ഓഫീസിലേക്ക് NOC ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. പണ്ടുണ്ടായിരുന്നതിന് അപേക്ഷിച്ചുള്ള ഒരു ഗുണമാണ്. കാരണം ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലാണ്, ഒറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന ഡേറ്റ നമുക്ക് ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് തന്നെ വെരിഫൈ ചെയ്യേണ്ട സംവിധാനമുണ്ട്. ശരിക്കും നമുക്ക് വേറൊരു രാജ്യത്ത് നിന്ന് ഇതുപോലെ വാഹനം വാങ്ങിക്കാനുള്ളൊരു നിയമപ്രാബല്യം ഉണ്ടോ? അത് അവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ചിട്ടിരിക്കുമല്ലോ. നമുക്ക് ഇമ്പോർട്ടിനാണ് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. അത് ഇമ്പോർട്ട് റൂൾസ് ഉണ്ടല്ലോ, ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, കസ്റ്റംസിൻ്റെയൊക്കെ റൂൾസ് വെച്ചിട്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വാങ്ങാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതാത് രാജ്യത്തുള്ള നിയമത്തിനെ ബേസ് ചെയ്തിട്ടിരിക്കും. വിദേശിക്ക് എങ്ങനെ വാങ്ങാൻ പറ്റുമോ, വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ ഒരു പോസിബിളായിട്ടുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. ലീഗലായിട്ട് വെഹിക്കിൾസ് ടെമ്പററി വിസിറ്റിംഗ് ഇന്ത്യ എന്നുള്ളൊരു പ്രൊവിഷൻ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഷിപ്പ് ചെയ്തോ ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അറിഞ്ഞത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇപ്പോൾ ആ തരത്തിലല്ലാന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഭൂട്ടാനിൽ തന്നെ അവിടുത്തെ സൈന്യം ഉപയോഗിച്ചിരുന്നതെന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ കേട്ടു. അത് കൃത്യമാണെന്ന് അറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ആവണമെന്ന് പോലും ഇല്ല. ഭൂട്ടാൻ ബോർഡർ വഴി, ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ വഴി മറ്റ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളും ചിലപ്പോൾ അതുവഴി കൊണ്ടുവന്നതായിരിക്കാം. അതുപോലെ ഇപ്പോൾ ട്രെൻഡ് കാണുന്നുണ്ട്, അതായത് ഡൽഹി, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ആളുകൾ വാങ്ങിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ്? ഞാൻ ആദ്യമായിട്ട് ആ ട്രെൻഡിനുള്ളൊരു കാരണം പറയാം. കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൽഹിയിലുള്ള പൊല്യൂഷൻ ഇഷ്യൂസൊക്കെ കൊണ്ട് അവിടുത്തെ ഇതുപോലുള്ള പൊല്യൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുറച്ച് ടൈറ്റാണ്. അതുമല്ല അവിടെ നമുക്കറിയാം ഗ്രീൻ ട്രിബ്യൂണലൊക്കെ ഉള്ള ഡയറക്ഷനൊക്കെ വെച്ചിട്ട് 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഡീസൽ വാഹനങ്ങൾ വരെ, ആദ്യം 15 വർഷമായിരുന്നു, ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിരോധനങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഇതിൻ്റെ നാച്ചുറലായിട്ട് അതിൻ്റെ വിപണി മൂല്യം കുറയുന്നുണ്ട്. പിന്നെ കുറേ അധികം വാഹനങ്ങൾ ഡൽഹിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അവരൊരു പർട്ടിക്കുലർ കിലോമീറ്റർ കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ട് തന്നെ അത് വിൽക്കും. അപ്പോൾ ഓപ്ഷനിൽ കുറേ അതൊക്കെ ചീപ്പ് റേറ്റിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാര്യമായിട്ടുള്ള വിലക്കുറവിൽ എന്നാൽ ഒരു പ്രീമിയം ക്ലാസ്സിലുള്ള കൂടുതൽ ഇന്നോവ, ഫോർച്യൂണർ അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ്സിലുള്ള വാഹനങ്ങൾ തന്നെ, ഈവൻ മെർസിഡസ് ബെൻസ് അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ് വാഹനങ്ങൾ തീരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്നൊരു ട്രെൻഡുണ്ട്. നമുക്ക് അപ്പോൾ അതിനെ
തെറ്റ് പറയാനൊന്നും പറ്റില്ല. ജെന്യൂനായിട്ട് എടുക്കുന്നൊരു കേസാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരേ സംസ്ഥാനത്തുള്ള ആൾ തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ, ഏത് ഉടമയുടെ ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകൾ തന്നെയാണ് വാഹനം വാങ്ങുന്നതെങ്കിൽ 14 ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി അന്യ സംസ്ഥാനത്താണെങ്കിൽ 45 ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും. പക്ഷേ അന്യ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് അതിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിന് അന്യ സംസ്ഥാനത്തൊരു വാഹനം തുടർച്ചയായിട്ട് 12 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനം അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ ആ സംസ്ഥാനത്തേക്ക് പോകുന്നത് 12 മാസത്തിലധികം അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതായത് ഈ 12 മാസം വെയിറ്റ് ചെയ്തിട്ടല്ല ആ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഞാൻ 2 വർഷത്തേക്ക് വേറെ സംസ്ഥാനത്ത് ജോലി ചെയ്യാനായിട്ട് ഉറപ്പിച്ച് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ പറഞ്ഞ 45 ദിവസത്തെ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അല്ലെങ്കിൽ പുതിയൊരു ലിമിറ്റുണ്ട്. നമ്മളവിടെ ചെന്നതിന് ശേഷം 30 ദിവസത്തിനകത്ത് ഈ റീഅസൈൻമെൻറ്റ് എന്ന് പറയും. അവിടുത്തെ നമ്പർ പ്ലേറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നമ്പറായിട്ട് മാറും. ഇപ്പോൾ മഹാരാഷ്ട്ര വണ്ടിയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്പർ പ്ലേറ്റ് മാറി നമ്പർ പുതിയത് അസൈൻ ചെയ്ത് പുതിയ RC ആണ് ഇഷ്യൂ ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ആ അസൈൻ ചെയ്യുന്ന പ്രോസസ്സ് 2 കണ്ടീഷനാണ്. ഒന്ന്, നമ്മൾ 1 വർഷത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുന്നതിന് 30 ഡേയ്സിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി അല്ല, നമ്മൾ 12 മാസം എന്നുള്ളൊരു കാലാവധി ഉണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കൂടുതൽ സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആ 12 മാസം പൂർത്തിയാകുന്നതിന് കഴിഞ്ഞിട്ട് 1 മാസത്തിനകത്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കണം. സാർ ഇപ്പോൾ RCയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഇത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് സാർ പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അത് എനിക്ക് വളരെ കലയായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പബ്ലിക് അതിന് ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ പബ്ലിക് അതിനെക്കുറിച്ച് തീരെ അവയർനെസ് ഇല്ല. നമ്മളൊരു വാഹനം സാധാരണ വാങ്ങുമ്പോഴെന്താ ചെയ്യുക? നമ്മൾ ആ വാഹനത്തിൻ്റെ RC പരിശോധിച്ച് നോക്കും. ചിലപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള RC ആണോ, ചിലപ്പോൾ RT ഓഫീസിൽ പോയി ചോദിച്ചു വരിക്കും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വല്ലതും കയറി നോക്കാമെങ്കിൽ അങ്ങനെ നോക്കുമായിരിക്കാം. ഇല്ലെങ്കിൽ അതിന് കേസുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. വണ്ടി നോക്കിയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും തട്ടോ മുട്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കും. ചിലപ്പോൾ വണ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും കൊണ്ട് മെക്കാനിക്കിനെ കൊണ്ട് ഓടിപ്പിച്ച് നോക്കിയെന്നിരിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഓടിച്ച് നോക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനം വാങ്ങുമ്പോൾ ഈ വാഹനം തന്നെയാണോ, ഈ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ വാഹനമാണോ, ഈ വാഹനം എന്ന് നോക്കുന്നത് നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ഈ വാഹനത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഷാസി നമ്പറും അതുപോലെ എഞ്ചിൻ നമ്പറുമാണ്. അപ്പോൾ ഈ ഷാസി നമ്പർ ശരിക്കും മാനുഫാക്ചറാണ്. ഈ വാഹനം നിർമ്മാതാവ് തന്നെ വാഹനം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മെഷീനറീസ്, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട്, പ്രിസിഷനായിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അത് ഇമ്പോസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ. അതിന് ഓരോ മാനുഫാക്ചേഴ്സിനും പാറ്റേണിലും അതിൻ്റെ ഫോണ്ടും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ വാഹനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ വാഹനങ്ങൾ സ്ഥിരമായിട്ട്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാരുതി വർക്ക്ഷോപ്പിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ പാറ്റേൺ ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ജെന്യൂൻ ആണോ ഇല്ലേ എന്നുള്ളത് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും ഒത്തു നോക്കേണ്ടത്. അത് കൃത്യമാണോ എന്ന് നോക്കുക, എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുക, അത് ജെന്യൂൻ ആണോ എന്ന് നോക്കുക, അതിൻ്റെ പഞ്ചിങ് ഒറിജിനൽ മാനുഫാക്ചർ തന്നെ ചെയ്തതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വാഹനം എടുക്കാനായിട്ട്. പിന്നെ വാഹനങ്ങൾ എപ്പോഴും എടുക്കുമ്പം നമ്മളുടെ ഒരു റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, നമ്മളെപ്പോഴും മനസ്സിലാക്കിയ ഒരു വാഹനം വാങ്ങുന്നത് നമ്മളൊരു എഗ്രിമെൻറ്റിലായിട്ടാണ്. ഒരു സെയിൽ ഡീഡ് ഉണ്ടാവുമല്ലോ. അതുകൂടാതെ മോട്ടോർ വാഹന നിയമപ്രകാരം നമുക്ക് കുറച്ച് നിർദ്ദിഷ്ട ഫോമുകളുണ്ട്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് പ്രകാരമുള്ള ഫോം നമ്പർ 29/30 ഇങ്ങനെയുള്ള 2 ഫോമുണ്ട്. ഈ ഫോമിൽ നമ്മൾ സൈൻ ചെയ്തെല്ലാം വാങ്ങിയിട്ടാണ് രണ്ടുപേരും ആപ്ലിക്കേഷൻ എഴുതി, രണ്ടുപേരുടെയും കൂടി സൈൻ വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആരടുത്തു നിന്നാണോ ഈ വാഹനം വാങ്ങുന്നത്, അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി വഴി വാങ്ങുമ്പോഴും ഈ ഉടമ ആരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അയാളുടെ ID കാർഡൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് ആൾ തന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആളെ കൊണ്ട് തന്നെ ഈ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് പ്രത്യേകം ലൈസൻസ് കൊടുക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ ഉടമസ്ഥാവകാശം ഓൾറെഡി ഒരു ടെമ്പററി ആയിട്ട് ആ ഒരു ഡീലറുടെ പേരിലേക്ക് മാറിയിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. അപ്പോൾ അവരുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ നിന്ന് സൈൻ ചെയ്ത് വാങ്ങിയാൽ മതി. അല്ലാത്ത കേസുകളിൽ ആരാണോ വണ്ടി വിൽക്കുന്നത് അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ഫോം ഒപ്പിട്ടേക്കുന്നത് ജെന്യൂൻ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതിന് ഒരു ഉദാഹരണമാണ്, ചിലപ്പം പിന്നീട് പല ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമ മരണമടഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ വാഹനം കൈവശപ്പെടുത്തിയ ഒരാൾ ചിലപ്പോൾ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയായിരിക്കും. അയാൾക്കൊരു അവകാശം ഉണ്ടാവില്ല. നമുക്കറിയാമല്ലോ, കുറേ ബന്ധുക്കൾക്ക് അനന്തരാവകാശികൾ കുറേ പേരുണ്ടാവും. അതിലൊരാൾ അന്യായമായിട്ട് നിയമപരമായി അല്ലാതെ കൈവശപ്പെടുത്തിയൊരു വാഹനമായിരിക്കും.
ഇയാൾ ഒരു ഫോമൊക്കെ ഒപ്പിട്ട് തന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചൊന്നുമല്ല, ആരാണോ ഒപ്പിട്ടതെന്നും അറിയില്ല, കുറച്ച് ഫോമുകളും രേഖകളൊക്കെ ആയിട്ട് നിങ്ങൾ അയാൾക്ക് പണം കൈമാറി വാഹനം വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ RTO ഓഫീസിൽ വണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും. ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരായിരിക്കും? രജിസ്റ്റേർഡ് ഉടമ ഒപ്പിടേണ്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് മരിച്ചുപോയ ആൾക്ക് ഒപ്പിടാൻ പറ്റില്ല. നാച്ചുറലായിട്ടും കള്ളൊപ്പായിരിക്കും അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. നിങ്ങളത് വെരിഫൈ ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല. നിങ്ങളത് RTO ഓഫീസിൽ കൊണ്ടുപോയി സമർപ്പിക്കും. ഒരു പക്ഷേ ഓണർഷിപ്പും ഞങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ വെരിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, കാരണം മറ്റേ രേഖകളെല്ലാം കൃത്യമാണ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൽ OTP എല്ലാം വന്നിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത്. ഈ വണ്ടിയുടെ രജിസ്റ്റേർഡ് ഉടമയുടെ പേരിലുള്ള ഒരു മൊബൈലിൽ വരുന്ന OTP വെച്ചിട്ടാണ്. ആ OTP ചിലപ്പം ആൾ മരിച്ചു പോയാലും ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കാം, ഈ കൈവശപ്പെടുത്തിയ ആളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും, അതിൽ കൊടുത്ത OTP വെച്ച് വ്യാജമായിട്ടൊരു ഒപ്പിട്ടാണ്. ചിലപ്പോൾ ഞങ്ങൾ പല കേസിലും കണ്ടുപിടിക്കാറുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നിരിക്കുക, അപ്പോൾ ഒരു പ്രശ്നമായി. നമ്മൾ രജിസ്റ്റേർഡ് ഓണർ വിളിക്കും, അപ്പോഴാണ് അന്വേഷിക്കും മനസ്സിലായത് മരിച്ചു പോയാലാണ്. മരണത്തിന് ശേഷമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ ആ തരത്തിൽ വേറെ തരത്തിലാണ്, ഫോം 31 വെച്ചിട്ട് വേറെ തരത്തിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് ഞങ്ങളും സ്കിപ്പായിപ്പോയി. ഇത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു, മറ്റേ ആളുടെ പേരിൽ വന്നു, നിങ്ങളുടെ പേരിൽ വന്നു, നിങ്ങളാണ് വണ്ടി വാങ്ങിയത്. പിന്നീട് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ അനന്തരാവകാശിയായിട്ട് ആകാൻ സാധ്യതയുള്ള ഒരാൾ കൊണ്ടുപോയിട്ട് ഇതെനിക്കും കൂടി അവകാശപ്പെട്ടാണ്, ഞാനറിയാതെ മറ്റൊരു അവകാശി അല്ലെങ്കിൽ ഒരു അനന്തരാവകാശി ഇത് കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് റിട്ടോ അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് കേസായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി, വാഹനം ചിലപ്പോൾ പിടിക്കപ്പെടും, തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനൊക്കെ ഒന്ന് ആരിൽ നിന്നാണോ വാഹനം വാങ്ങുന്നത് അവരെ നേരിട്ട് കണ്ട് അവരെ ID കാർഡും കൂടി നോക്കിയിട്ട് അവരുടെ അഡ്രസ്സ് അത് തന്നെയാണെന്ന് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ കൈവശം വെച്ച് തന്നെ നിങ്ങൾ സൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് വാങ്ങി ചെയ്യുക. അതിൻ്റെ ഒപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മൊബൈൽ OTP ഒക്കെ ഉണ്ട്, ഒട്ടും താമസിക്കരുത്. കാരണം ഇന്നത്തെ കാലത്ത് മൊബൈലിൽ വരുന്ന ഓതൻറ്റിക്കേഷൻ വെച്ചിട്ടാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ. അപ്പോൾ ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കുറേ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ മൊബൈലൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഇടാതെ പറ്റും. പലരും ഇപ്പോൾ വണ്ടി വാങ്ങിയിട്ട് ഓണർഷിപ്പ് മാറ്റാതെ ഉപയോഗിച്ച് പോകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലും വരും. ഇപ്പോൾ ഈ ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം ഈ നടന്മാരുടെ കേസിലടക്കമാണെങ്കിലും ഇവരുടെ കയ്യിലൊക്കെ വന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ടായിരിക്കും. ഫസ്റ്റും സെക്കൻഡും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഴക്കമുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണോ മനസ്സിലാക്കാൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും പരിവാഹൻ സോഫ്റ്റ്വെയർ വഴിയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും അതിനായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നടപടികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നിയമപരമായിട്ട് ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റി പ്രകാരം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഫോർജ് ചെയ്തോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചോ എങ്ങനെയോ അന്യ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇല്ലീഗലായിട്ട്, അത് ചിലപ്പം ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാവാം അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചിട്ടാവാം. കാരണം ഇത്തരത്തിലുള്ള രേഖകൾ ഇപ്പോൾ മിലിറ്ററി ഓപ്ഷൻ ചെയ്തു എന്നുള്ളൊരു രേഖ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വൺസ് ഈ പരിവാഹൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത, അതിലൊരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം കൃത്യമാണെങ്കിലേ പറ്റുള്ളൂ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുള്ളൂ. അവിടുത്തെ ടാക്സ് ഉണ്ടെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറണ്ട് ആയെങ്കിൽ മാത്രമേ അവർക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാം കറണ്ടാണ്, മനസ്സിലായോ? അപ്പോൾ ഇവർ വാങ്ങുമ്പോഴും കറണ്ട് ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ വാങ്ങിയതിന് ശേഷം തീർന്നു പോയിട്ടുണ്ടാവാം, ഇത് വേറെ കാര്യം. ഇപ്പോൾ ഇവിടുത്തെ ആപ്ലിക്കേഷൻ കൊടുത്ത് കേരളത്തിലേക്ക് ആ വണ്ടി മാറ്റുകയാണെങ്കിൽ, മാറ്റിയിട്ടുള്ള വാഹനം, ഇപ്പോൾ പലരും ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ചിലപ്പോൾ നമ്പർ പ്ലേറ്റ് കേരളത്തിലേക്ക് മാറ്റാതെയും കേരളത്തിലേക്ക് നമ്പർ അസൈൻ ചെയ്യാതെയും ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അത് ഇല്ലീഗലാണ്. ഞാൻ പറഞ്ഞില്ലേ, നിയമപ്രകാരമായിട്ട് ഒരു വാഹനം അന്യസംസ്ഥാനത്തേക്ക്, മറ്റൊരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു വാഹനം അന്യസംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളവിടെ കൊണ്ടുപോയിട്ട് നമ്മളവിടെ ആ അന്യസംസ്ഥാനത്ത് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 12 മാസത്തിൽ കൂടുതലാണെന്ന് എനിക്കിപ്പോഴേ ബോധ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളവിടെ ചെന്നതിന് 30 ഡേയ്സിനകത്ത് തന്നെ നമ്പർ മാറ്റാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ, അത് അഡ്രസ് ചേഞ്ചിൻ്റെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതേ സംസ്ഥാനത്തുള്ള സ്ഥലത്താണ് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 15 ദിവസവും, അന്യ സംസ്ഥാനത്താണെങ്കിൽ മാക്സിമം 45 ദിവസത്തിനകത്തും ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഇടണമെന്നാണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഇല്ലീഗാലിറ്റി പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു അന്യസംസ്ഥാന വാഹനമാണ് നമ്മൾ സ്ഥിരമായിട്ട് കേരളത്തിൽ ഉപയോഗിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന് ഈ പറഞ്ഞ മാക്സിമം പോയാൽ 45 ദിവസം അതിനകത്ത് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഇടണം. പക്ഷേ ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എനിക്ക് അത് ചെയ്യണമെന്നില്ല. പക്ഷേ 1 മാസത്തിൽ കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ച് വരികയാണെങ്കിൽ കേരളത്തിൽ 1 വർഷത്തേക്കുള്ള ടാക്സെങ്കിലും എടുത്തിട്ട് ഓടാവുന്നതാണ് നിയമം. അത് അടച്ചിടണം. പക്ഷേ 1 വർഷത്തിൽ കൂടുതലാണ് ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നെങ്കിൽ, ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ട് 12 മാസത്തിൽ കൂടുതൽ ഒരു കാരണവശാലും വാഹനം ഉപയോഗിക്കണം. ആ 12 മാസം തീരുന്ന മുറയ്ക്ക് അത് കഴിഞ്ഞിട്ട് മാക്സിമം 1 മാസം ഡിലേ, അതിനകത്ത് ഒരു
ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ള ഉത്തരവാദിത്തം വാങ്ങുന്ന ആളുകൾക്കുണ്ട്. പിന്നെ അന്യസംസ്ഥാനത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വേണം വണ്ടി കൊണ്ടുവരാനായിട്ട്. പ്രത്യേകിച്ച് വേറൊരാളുടെ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല. അന്യസംസ്ഥാനത്ത് നാച്ചുറലായിട്ട് വേറൊരാളുടെ പേരിലുള്ള വാഹനമാണെങ്കിൽ, സ്വന്തം വണ്ടിയാണെങ്കിൽ ചേഞ്ച് ഓഫ് അഡ്രസ് മാത്രമേ നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ടാക്സ് അടച്ച് നമ്പർ അസൈൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അല്ലാത്തൊരു വാഹനം വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഉള്ളതാണ്. അത് ഈ പറഞ്ഞ മാക്സിമം 45 ഡേയ്സിനകത്ത് ചെയ്യണം. ഈ 12 മാസം സ്റ്റേ ചെയ്യാന്നുള്ളതും എന്ത് കണ്ടീഷൻ വരുമ്പോഴാണ്? എൻ്റെ തന്നെ വാഹനം ആകുമ്പോഴുള്ള കേസാണ്. വേറൊരാളുടെ വാഹനം ആകുമ്പോഴേക്കും മാക്സിമം 45 ഡേയ്സേ ഉള്ളൂ. അതിനകത്ത് നമ്പർ അസൈൻ ചെയ്യണം. അതാണ് റൂൾ. ഓക്കെ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ചിലർക്ക് ഈ വിൻറ്റേജ് വാഹനങ്ങളുടെ ക്രേസ് കൊണ്ടാണ് ഈ ഭൂട്ടാനിൽ നടക്കുന്ന വാഹനങ്ങൾ ഇങ്ങനെ എത്തിക്കുന്ന ഒരു ക്രൈം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എത്ര വർഷം പഴക്കം വരുന്ന വാഹനങ്ങളെയാണ് ഈ വിൻറ്റേജ് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്? വിൻറ്റേജ് എന്നുള്ളത് എനിക്കൊന്നൊരു 2019 മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ അമെൻമെൻ്റ് ഒക്കെ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകളിലാണ് ഈ വിൻറ്റേജ് എന്നുള്ള ഒരു ടേംസ് ഒക്കെ കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. അതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 50 വർഷമോ അതിലധികമോ പഴക്കമുള്ള വാഹനങ്ങളാണ്. പക്ഷേ മോട്ടോർ വാഹന നിയമത്തിൽ 50 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ വിൻറ്റേജ് മോട്ടോർ കാർ മാത്രമായിട്ട് അല്ലെങ്കിൽ വിൻറ്റേജ് വെഹിക്കിൾ മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് റെസ്ട്രിക്ഷനൊന്നുമില്ല. അതങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആ തരത്തിൽ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് വിൻറ്റേജ് കാർ എന്നുള്ള രീതിയിൽ അല്ല വിൻറ്റേജ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് നിയമത്തിൽ പറയുന്നത്. അതല്ലാതെ 50 വർഷത്തിൽ കൂടുതലുള്ള വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലവിലില്ല. ഈ വിൻറ്റേജ് വാഹനങ്ങൾ റീടെസ്റ്റിനായിട്ട് കൊണ്ടുവരുമ്പോഴോ? അല്ല, വിൻറ്റേജ് എന്നുള്ളത് ഇത്തരത്തിലുള്ള വാഹനങ്ങളെയാണോ? ഈ വിൻറ്റേജ് വാഹനങ്ങൾ നമ്മളിപ്പോൾ അല്ല, വിൻറ്റേജ് ആയിട്ട് നിലവിലൊന്നും ക്ലാസിഫൈ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കേരളത്തിലൊന്നും അങ്ങനെ ഒരു വിൻറ്റേജ് കാറ്റഗറി ആയിട്ട് ഇതുവരെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. നമുക്ക് ഏജിൻ്റെ കേസിൽ നിലവിൽ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും നിലവിലില്ല. 50 വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഫിറ്റ്നസ് ടെസ്റ്റും മറ്റ് ഡോക്യുമെൻറ്റ്സും പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൈവശം ഉണ്ടാവണം, വണ്ടി ഫിറ്റ് ആയിരിക്കണം, ഇൻഷുറൻസ് ഉണ്ടാവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നിലവിൽ റെസ്ട്രിക്ഷൻ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു സോഫ്റ്റ്വെയറിൽ ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട് താൽക്കാലികമായിട്ട്. ഈ പുതിയ റൂളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വാഹനം 50 വർഷം കഴിഞ്ഞിട്ടുള്ളത് ഒരു ട്രാൻസാക്ഷൻ നടക്കാത്ത രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയറിൻ്റെ മാത്രമാണ്, അത് താൽക്കാലികമാണ്, അത് മാറ്റും. പിന്നെ ഇതിൽ കൂടുതലും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരുപാട് 50 വർഷത്തിൽ കൂടുതൽ ഉള്ള വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന രീതിയിലൊന്നും അധികം വളരെ തുച്ഛമായിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ അത് സർവൈവ് ചെയ്യാറുള്ളൂ. 50 വർഷത്തിലധികമുള്ള വാഹനങ്ങൾ സർവൈവ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നാൽ അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അതുപോലെ ഈ കീപ്പ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ചിലർക്ക് ക്രേസ് ആയിരിക്കും. ആളുകൾ വിൻറ്റേജ് വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെറുതെ വെക്കും. അങ്ങനെ വെക്കാൻ പാടുണ്ടോ? അങ്ങനെ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? വീട്ടിൽ വെക്കാൻ പബ്ലിക് പ്ലേസിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഒരു റോഡ് സേഫ്റ്റി എന്നുള്ളൊരു ആംഗിൾ വരുന്നത്. അപ്പോൾ നമുക്ക് ടാക്സ് വേണം, വണ്ടിക്ക് ഫിറ്റ്നസ് വേണം, ഇൻഷുറൻസ് വേണം, വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊരു സേഫ്റ്റി ആംഗിൾ. രണ്ടാമത് ഞങ്ങളുടെ കേസിൽ വരാൻ നേരത്ത് ഈ ടാക്സേഷൻ ആക്ട് ഉണ്ട്. കേരളത്തിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് ഉണ്ട്. ആ ടാക്സേഷൻ ആക്ട് പ്രകാരം ഒരു വാഹനം നമ്മൾ വീട്ടിനകത്ത് സൂക്ഷിച്ചാൽ പോലും അതിൽ പറയുന്നത് വെഹിക്കിൾ കെപ്റ്റ് ഫോർ യൂസ് ഓർ യൂസ്ഡ് ഇൻ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കേരള സംസ്ഥാനത്തിനകത്ത് ഈ വാഹനം സൂക്ഷിക്കുകയോ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വരികയോ ചെയ്യും. ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വരികയോ ചെയ്യും. വണ്ടി ഓടണമെന്നില്ല, പക്ഷെ ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സൂക്ഷിച്ചു വെക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ടാക്സ് അടക്കണം എന്നാണ് നിയമം. അപ്പോൾ അത് എക്സംഷൻ പറയുന്നുണ്ട്. എക്സംഷൻ പറയുന്നവർക്കൊരു ഫോം ജി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ടാക്സ് എക്സംഷനുള്ള ആപ്ലിക്കേഷൻ അഡ്വാൻസ് ആയിട്ട് അതിൻ്റെ ടാക്സ് പീരീഡ് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ ഓഫീസിൽ തരുവാണെങ്കിൽ നമ്മളത് വെരിഫൈ ചെയ്യും. ഈ വാഹനം ഓടുന്നുണ്ടോ എന്നുള്ളത് വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് പരിശോധിച്ച് റിപ്പോർട്ട് തരുന്ന മുറയ്ക്ക് ടാക്സ് ആ പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കൊടുക്കും. അങ്ങനെയുള്ള വാഹനങ്ങൾ കുറച്ചുണ്ട്. നമ്മളിവിടെ ആപ്ലിക്കേഷൻ കിട്ടാറുണ്ട്. പ്രൈവറ്റ് വാഹനങ്ങൾ തന്നെ ഒരു വീട്ടിൽ തന്നെ ഉപയോഗിക്കാതെ തന്നെ വീട്ടിൽ വളരെ വൃത്തിയായിട്ട് സൈക്കോളജിക്കൽ ബോണ്ടൊക്കെ ഉള്ള വാഹനങ്ങളാണ്. ആപ്ലിക്കേഷൻ കൊടുത്താലും ആപ്ലിക്കേഷൻ തന്നാലേ നമുക്ക് അത് എക്സംഷൻ കൊടുക്കാം. ഇല്ലെങ്കിൽ ടാക്സ് അടക്കണം എന്നുള്ളതാണ്. നമുക്ക് ടാക്സ് ഡിമാൻഡ് ചെയ്യാം. റവന്യൂ റിക്കവറി നടപടി വരെ എടുക്കാവുന്നതാണ് ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ. ഇപ്പോൾ കസ്റ്റംസ് അടക്കം പറയുന്നത് ഏകദേശം 200-ലേറെ വാഹനങ്ങൾ ഇതുപോലെ ഭൂട്ടാനിൽ നിന്ന് വന്നവ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ ഡൽഹിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിലായിരിക്കുമോ ഈ ഭൂട്ടാൻ രജിസ്ട്രേഷൻ ഒക്കെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള വാഹനങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന അന്യസംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രത്യേകിച്ചായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ പർട്ടിക്കുലർ കേസ് എക്സ് ആർമി വെഹിക്കിൾസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അത് ചിലപ്പം അന്യ സംസ്ഥാനത്തെ എക്സ് ആർമി വെഹിക്കിളായിട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയല്ല ഇമ്പോർട്ടഡ് എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ അത് കാണത്തില്ല. ചിലപ്പോൾ പുറത്തുള്ള RT ഓഫീസിൽ വേണമെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് തിരുത്തി ആ എക്സ് ആർമി വെഹിക്കിളായിട്ട് അവിടെ വൺസ് ചെയ്തതിന് ശേഷം അതിൻ്റെ രേഖകൾ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് തിരുത്തി എടുത്തതോ ആവാം.
ഇപ്പൊ കസ്റ്റംസ് അടക്കം വിമർശനം ഉന്നയിച്ചത് പരിശോധന കർശനമാക്കിയില്ല എന്നുള്ള രീതിയിലാണ്. ശരിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ എങ്ങനെയാണ് ഇതിനുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ഇത്തരം വാഹനങ്ങളിൽ? നമുക്കും ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ടാണ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ. നമ്മുടെ ടീമും ഉണ്ടായിരുന്നു അവർ ഒപ്പം. നമ്മളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇൻഫർമേഷൻസ് കിട്ടിയതനുസരിച്ചിട്ട് നമ്മളും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് കസ്റ്റംസ് പാസ് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ പ്രിപ്പറേഷനിലായിരുന്നു കുറച്ചായിട്ട്. നമ്മുടെ ടീം തന്നെ കസ്റ്റംസുമായിട്ടാണ് മെയിനായിട്ട് സഹകരിച്ച് നമ്മുടെ ടീം തന്നെയാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പറയുന്ന വാഹനങ്ങൾ അവർക്കൊരു ലിസ്റ്റ് ഓഫ് വെഹിക്കിൾസ് ഉണ്ട്, അതിൽ ഏതാണ് പ്രശ്നമുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡൽഹിയിൽ നടക്കം വരുന്ന വാഹനങ്ങൾ ഒരു ട്രെൻഡായി മാറുന്ന സമയത്ത് എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ നിരീക്ഷിക്കുന്നത്? കാരണം ഇങ്ങനെ വാഹനങ്ങൾ വരുമ്പം അതിൻ്റെ കണക്കെടുക്കുന്നതും എങ്ങനെ എത്രമാത്രം ഇത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ റോഡിലുള്ള വാഹന പരിശോധനകളിൽ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് അന്യസംസ്ഥാന നമ്പർ നമുക്കറിയാലോ, അത് അസൈൻ എളുപ്പത്തിന് നിയമത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് നമ്പർ പ്ലേറ്റ്. കേരളത്തിൽ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് KL തുടങ്ങുന്ന നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ആയിരിക്കും. ഒരുപാട് പഴക്കമുള്ള KL അങ്ങനെയുള്ള സീരീസൊക്കെ ഉണ്ട്. അതിൽ പൊതുവെ അങ്ങനെയുള്ള KL തുടങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റുകളായിരിക്കും സാധാരണ വാഹനങ്ങൾക്കുള്ള. അപ്പോൾ അന്യ സംസ്ഥാന വാഹനങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇൻ്റർസെക്റ്റ് ചെയ്യാറുണ്ട്. വണ്ടി കൈ കാണിച്ച് കേസ് എല്ലാം എടുത്ത് അപ്പോൾ നമുക്കത് എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണോ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ? അല്ല, അതിനെല്ലാം നമുക്ക് കിട്ടുമല്ലോ. ഈ അന്യസംസ്ഥാന വാഹനങ്ങളിൽ കേസ് അടിക്കുന്നതെല്ലാം നമുക്കത് ഈ ചലാൻ എന്ന് പറഞ്ഞിട്ടൊരു അത് സെൻട്രലിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കേസെല്ലാം ഇപ്പോൾ ചെയ്യുന്നത്. അതെല്ലാം ആ ഡേറ്റാബേസ് എല്ലാം അവൈലബിൾ ആണ് ഓൾറെഡി. കൂടുതൽ ചെയ്യുന്ന വാഹനങ്ങൾ പലപ്പോഴും നടപടി എടുക്കാറുമുണ്ട്, വണ്ടി പിടിച്ചിടാറുണ്ട്, ടാക്സ് എടുത്തിട്ടുള്ള കേസുകളുണ്ട്, കോടതിയിൽ പല കേസുകളും നടക്കും. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പോണ്ടിച്ചേരി കേസുകളൊക്കെ. ടാക്സ് അപേക്ഷ അവിടെ ടാക്സ് കുറവുള്ളതുകൊണ്ട് അന്യായമായിട്ട് അവിടെ ഇല്ലാത്ത ചിലപ്പോൾ ഒരു താൽക്കാലിക മേൽവിലാസം കാണും, പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ വരുമ്പോൾ അതുകൊണ്ട് അനുവദിക്കേണ്ടി വരും. പക്ഷേ ആ വാഹനം അവിടെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടത്, പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് അങ്ങനെ നടപടിയൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ലക്ഷറി വാഹനങ്ങൾ നമ്മളിപ്പം കൊച്ചിയിലാണെങ്കിലും നമ്മൾ കാണാറുണ്ട്, റോഡുകളിലൂടെ നിരവധി ലക്ഷറി വാഹനങ്ങൾ ഇപ്പോൾ പണ്ടത്തേതിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. ചിലതൊക്കെ ഈ ഗൾഫ് കൺട്രിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെയാണ് കാണാറ്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ താൽക്കാലികമായിട്ട് അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവിടുത്തെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നമ്മളിത് കാണുമ്പോഴേക്കും ഇൻ്റർസെക്റ്റ് ചെയ്യാറുണ്ട്. അവർ നമ്മൾ പലപ്പോഴും ബോർഡറിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ അവിടുത്തെ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് അടച്ചിട്ടാണ് പലപ്പോഴും വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ടീമുണ്ട്, അവർ ഈ വാഹനം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് പിടിച്ച് കേസാക്കി ആ ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ബാക്കി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൃത്യമാണെങ്കിൽ ടാക്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഓടാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നടന്മാരിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത വാഹനങ്ങൾ അത് അവർക്ക് അവർ തിരിച്ചു കിട്ടണമെങ്കിൽ അവർ ടാക്സ് അടച്ചാൽ മാത്രം മതിയാകും? അല്ല, അത് നമ്മളല്ലല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത്. നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ടാക്സേഷൻ ആക്ട് പ്രകാരമുള്ള കാര്യങ്ങളിൽ അല്ല. പിന്നെ നമുക്ക് RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലേഷനുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പം കൊണ്ടല്ല. അതായത് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് ബൈ ഫ്രോഡ് ഓർ ബൈ മിസ്റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ, പക്ഷേ ഇവരല്ല അതിൻ്റെ പാർട്ടി. അതിപ്പോൾ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള നടപടികളായിട്ടൊക്കെ വരുള്ളൂ. അതായത് ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ വേണമെങ്കിൽ അതോറിറ്റിക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. നമുക്ക് കൺഫേം ആയിട്ട് ഇത് എങ്ങനെയാണത് അതിൻ്റെ അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. ഏത് കാരണത്താലാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്തതെന്ന് പൂർണ്ണമായിട്ട് ബോധ്യമായി കഴിഞ്ഞാൽ, അതായത് ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നേടിയത് എന്ന് അങ്ങനെ നേടിയിട്ടുള്ള വണ്ടിയാണെന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള നടപടി. അപ്പോൾ എൻക്വയറി കഴിഞ്ഞിട്ട് ഇവരേത് മാർഗത്തിലാണ് MV ആക്ടിൻ്റെ എന്തെങ്കിലും വയലേഷൻ വെച്ചിട്ടാണോ, മനസ്സിലായും. ഇപ്പോൾ ഈ വെഹിക്കിൾസ് തന്നെ ചിലപ്പോൾ ഇനി ജെന്യൂനായിട്ട് ചിലപ്പോൾ എംബസി വെഹിക്കിൾസ് ആയിരുന്നോ, ഇപ്പോൾ അന്വേഷണം നടക്കുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അതല്ല, ഫ്രോഡായിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ചിട്ടാണെന്ന് അറിയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു സർ. അത്രയും നേരം പ്രതികരിച്ചു. താങ്ക് യു.